നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കാനാവും. അദ്ദേഹം താൻ മടങ്ങി വരുമെന്ന് വാഗ്ദാനം ചെയ്തു. പരസ്പരം സഹകരിക്കണമെന്ന് അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടു. മുകുന്ദൻ, ശ്യാമസുന്ദരൻ, ഗുരുദാസൻ, ജയാനന്ദൻ, സുബലൻ, ഗൗരസുന്ദരൻ, ഹയഗ്രീവൻ, ഹരിദാസൻ എന്നിവരോടും ആ പെൺകുട്ടികളോടും 2.5 മാസം മുമ്പ് മാത്രമാണ് അദ്ദേഹം ഇതേ വിമാനത്താവളത്തിൽ തന്നെ വന്നെത്തുകയും ഒരു സംഘം കീർത്തനാലാപകരായ ചെറുപ്പക്കാരാൽ അഭിവാദ്യം ചെയ്യപ്പെടുകയും ഉണ്ടായത്. അവര് പലരും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ്. അവർ തങ്ങളുടെ ആധ്യാത്മികങ്ങളായ തനിമകളും പ്രതിജ്ഞകളും കഷ്ടിച്ച് കൈക്കൊണ്ടിട്ടേ ഉള്ളൂ. എന്നിരുന്നിട്ടും അദ്ദേഹത്തിന് അവരെ വേർപിരിയുന്നതിൽ അപരാധമൊന്നും തോന്നിയില്ല. അവരെ ചിലർ പൊഴിഞ്ഞു പോയേക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് എല്ലായ്പ്പോഴും അവരോടൊപ്പം കഴിഞ്ഞുകൂടാൻ സാധിക്കുമായിരുന്നില്ല. അദ്ദേഹത്തിന് ലഭ്യമായ സമയം പരിമിതമായിരുന്നു. പുതുതായി പരിവർത്തനം ചെയ്യപ്പെട്ട 2 സംഘങ്ങളുടെ ജയയിതാവായ ഭക്തി വേദാന്ത സ്വാമി ഇപ്പോൾ അവിടെ ഒരു സംഘത്തെ വിട്ട് കിഴക്കോട്ട് യാത്രയായി. മറ്റേ സംഘം സന്തോഷപൂർവ്വം അദ്ദേഹത്തെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ്. ന്യൂയോർക്ക് സിറ്റി, മെയ് 1967. സ്വാമിജിയുടെ ആരോഗ്യത്തിന് കോട്ടം സംഭവിക്കുമെന്നുള്ള മുന്നറിയിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അഥവാ ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും അദ്ദേഹം അത് കാര്യമാക്കിയതുമില്ല. അദ്ദേഹം സാൻ ഫ്രാൻസിസ്കോയിലെ ഭക്തന്മാരുടെ അടുത്ത് നിന്ന് ന്യൂയോർക്കിലെ ഭക്തന്മാരുടെ അടുത്തേക്ക് വന്നപ്പോൾ സ്വാമിജി തന്റെ പ്രവർത്തനത്തിന്റെ വേഗത ഒട്ടൊന്നു കുറയ്ക്കണമെന്ന ഒരു സന്ദേശം ആരും എത്തിച്ചിരുന്നില്ല. 5.5 മണിക്കൂർ നീണ്ട ജെറ്റ് വിമാനയാത്ര കഴിഞ്ഞ് സ്വാമിജി തന്റെ ചെവി അടയ്ക്കുന്നതായി പറഞ്ഞു. എങ്കിലും അദ്ദേഹം നല്ല ആരോഗ്യസ്ഥിതിയിലാണെന്ന് കാഴ്ചക്കാർക്ക് തോന്നി. അദ്ദേഹം വിശ്രമിച്ചതുമില്ല. കൂടാതെ വിമാനത്താവളത്തിലെ ഉത്സവാഘോഷം പോലെയുള്ള സ്വീകരണ പരിപാടി പങ്കുകൊള്ളുകയും ചെയ്തു. 3 മണിക്കൂർ സമയം പ്രഭാഷണത്തിലും ഹരേ കൃഷ്ണ ഭജനയിലും കഴിഞ്ഞു. ന്യൂയോർക്കിലെ ശിഷ്യന്മാർക്ക് സ്വാമിജി പ്രഭാപൂർണനും സ്നേഹാർദ്ദനുമായി തോന്നി. തന്റെ സാന്നിധ്യത്തിലും വീക്ഷണം കൊണ്ടും പ്രഭാഷണം കൊണ്ടും സ്വാമിജി അവരുടെ കൃഷ്ണാബോധം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ഇപ്പോൾ പ്രായം 72 കഴിഞ്ഞു എന്നത് അദ്ദേഹത്തിന്റെ ആധ്യാത്മിക സവിശേഷതകളിൽ ഒന്ന് മാത്രമായിരുന്നു. അദ്ദേഹം അവരുടെ ശക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അവർ ഒരിക്കലും പരിഭ്രമിച്ചിരുന്നില്ല. അദ്ദേഹം തന്റെ ആരോഗ്യ വിഷയത്തിൽ മുൻകരുതലോടെ ഇരിക്കണമെന്നതിന് സൂചനകൾ ഉണ്ടായിരുന്നു. അല്ലൻബർഗസ് TV പരിപാടിയെ സംസാരിക്കുമ്പോഴും ക്ഷേത്രത്തിലേക്കുള്ള മടക്കയാത്രാ വേളയിലും അദ്ദേഹത്തിന് തലവേദന അനുഭവപ്പെട്ടിരുന്നു. തനിക്ക് പരിപാടി തുടരുവാൻ കഴിയാതെ വന്നേക്കുമെന്ന് തോന്നും വിധം അത്രയധികം തലവേദന ആ TV ദീപങ്ങൾ ഉളവാക്കിയിരുന്നതായി സ്വാമിജി പറഞ്ഞു. പിന്നീട് ഒരു ദിവസം പ്രഭാഷണ വേളയിൽ സ്വാമിജിയുടെ തൊട്ടടുത്തിരുന്ന രൂപാനുഗൻ സംസാരിക്കുമ്പോൾ സ്വാമിജിയുടെ കൈകൾ വിറയ്ക്കുന്നതായി കണ്ടു. മാസങ്ങൾക്ക് മുമ്പ് ഒരു ശബ്ദരേഖ തയ്യാറാക്കിയ ശേഷം സ്വാമിജി താമസിച്ചുറങ്ങി. പ്രഭാതത്തിൽ എഴുന്നേറ്റപ്പോൾ തന്റെ ഹൃദയസ്പന്ദനം കുറയുന്നുവെന്നും തനിക്ക് അനങ്ങുവാൻ കഴിയുന്നില്ലെന്നും സ്വാമിജി പറഞ്ഞിരുന്നു. കീർത്തനാനന്ദൻ സമീപത്തുണ്ടായിരുന്നു. അദ്ദേഹം കീർത്തനാനന്ദനോട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ എപ്പോഴെങ്കിലും അത്യന്തം രോഗാതുരനായാൽ ഡോക്ടറെ വിളിക്കരുത്. എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും വേണ്ട. എനിക്ക് എന്റെ ജപമാല തന്നിട്ട് ഹരേ കൃഷ്ണ കീർത്തനം നടത്തുക. സ്വാമിജിയുടെ ശിഷ്യന്മാർ അദ്ദേഹത്തെ നിയന്ത്രിച്ചു നിർത്തുവാൻ മടിച്ചിരുന്നു. എന്നാൽ കീർത്തനാനന്ദന് അതിന് ശ്രമിച്ചിരുന്നു. ആവലോണിൽ സ്വാമിജി നൃത്തം ചെയ്തും തുള്ളിച്ചാടിയും അമിതമായ വിയർപ്പൊഴുക്കുമ്പോൾ കീർത്തനം നിർത്തണമെന്ന് നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മറ്റുള്ളവർ അയാളെ ഒരു ഭ്രാന്തനെന്ന് വിശേഷിപ്പിക്കുകയാണുണ്ടായത്. സ്വാമിജിക്ക് തന്റെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ഇഷ്ടമല്ലായിരുന്നു. അദ്ദേഹത്തെ നിയന്ത്രിക്കുവാൻ ആരാണ് ഉണ്ടായിരുന്നത്? അദ്ദേഹം ഏത് വിഷമതകളെയും തരണം ചെയ്യുവാൻ കഴിവുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിനിധിയായിരുന്നു. അദ്ദേഹം ഒരു പരിശുദ്ധ ഭക്തനായിരുന്നു. അദ്ദേഹത്തിന് എന്തും ചെയ്യുവാനുള്ള കഴിവുണ്ടായിരുന്നു. ഒരു പരിശുദ്ധ ഭക്തൻ ഭൗതിക യാതനകൾക്ക് അതീതനാകുന്നതിനെ പറ്റി അദ്ദേഹം പലപ്പോഴും വിവരിച്ചിട്ടുണ്ട്. സ്വാമിജി ഒരു ശിഷ്യന്റെ രോഗഗ്രസ്തനായ മുത്തശ്ശിയെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് ഒരു കത്ത് എഴുതിയിരുന്നു. എന്നാൽ വൃദ്ധയായ മുത്തശ്ശിക്കുണ്ടായ സ്ഥിതി തങ്ങളുടെ ഗുരുവിന് ഒരിക്കലും ഉണ്ടാവുകയില്ല അവർ വിശ്വസിച്ചു. സ്വാഭാവികമായും അദ്ദേഹം സ്വയം വൃദ്ധനെന്ന് വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു. എന്നാൽ അത് അധികവും പ്രഭാഷണങ്ങളിൽ വാർദ്ധക്യത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത അവസ്ഥയെ എടുത്തുകാട്ടുന്നതിന് വേണ്ടിയായിരുന്നു. ഭക്തന്മാർക്ക് സ്വാമിജിയുടെ ആരോഗ്യം ബലവത്താണെന്ന് തോന്നിയിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ആധ്യാത്മിക വികാരാവേശം കൊണ്ട് ഉജ്ജ്വലമായി പ്രകാശിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മുഖം മിനുസമുള്ളതും സ്വർണ്ണവർണ്ണത്തോടു കൂടിയതുമായിരുന്നു. അദ്ദേഹത്തിന്റെ പുഞ്ചിരി ആരോഗ്യത്തിന്റെയും സൗഖ്യത്തിന്റെയും അടയാളമായിരുന്നു. സ്വാമിജിയുടെ പുഞ്ചിരി കാണുമ്പോൾ ഒരു മൂരിക്കുട്ടന്റെ ഇരുട്ടിന്റെയോ ശക്തി പ്രകടമാക്കുന്നതായി തോന്നി. അത്രമാത്രം ഊർജ്ജസ്വലമാണെന്ന് ഒരിക്കൽ ഒരുവൻ പറയുകയുണ്ടായി. സ്വാമിജി തണുത്ത വെള്ളത്തിൽ കുളിക്കുകയും ലോവർ ഈസ്റ്റ് സൈഡിലേക്ക് പുലരും മുമ്പേ ഉള്ള നടത്തത്തിന് പോവുകയും മൃദംഗം വായിക്കുകയും നന്നായി ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഒട്ടൊന്ന് മന്ദഗതിയിലാക്കുവാൻ ആഗ്രഹിച്ചാൽ തന്നെ അവർക്ക് അതിന് എന്ത് ചെയ്യാൻ കഴിയും? മെയ് മാസത്തിലെ ശാരീരികാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. അദ്ദേഹം തന്റെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നതായി തോന്നി.
രോഗലക്ഷണങ്ങൾ 1-2 ദിവസങ്ങൾക്കുള്ളിൽ മാറുമെന്ന പ്രതീക്ഷയിൽ കീർത്തനാനന്ദൻ അദ്ദേഹത്തോട് വിശ്രമിക്കണമെന്നും സന്ദർശകരെ ആരെയും കാണരുതെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിന്റെ രോഗാവസ്ഥ കൂടുതൽ വഷളാവുകയാണ് ഉണ്ടായത്. കീർത്തനാനന്ദൻ സ്വാമിജി തന്റെ ഇടത് കൈ ശരിക്ക് പ്രവർത്തിക്കുന്നില്ലെന്ന് പരാതിപ്പെടുവാൻ തുടങ്ങി. പിന്നീട് അദ്ദേഹത്തിന്റെ ഇടതുവശത്തെ തുടിപ്പുണ്ടാകുവാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഇടത് കൈ നിയന്ത്രണാതീതമായ രീതിയിൽ തുടിക്കും. അത് അദ്ദേഹത്തെ ഏതോ നിഗൂഢമായ രീതിയിൽ ആന്തരികമായി മാനസികമായി പീഡിപ്പിക്കുന്നതായി തോന്നി. അച്യുതാനന്ദൻ: അത് സ്മാരക ദിനത്തിന് 2 ദിവസം മുമ്പുള്ള ഞായറാഴ്ചയായിരുന്നു. ഞങ്ങൾ നഗരപ്രദേശത്തുള്ള ഒരു ഹാളിൽ വൈകുന്നേരത്ത് ഒരു വലിയ പരിപാടിക്കുള്ള ഏർപ്പാടുകൾ ചെയ്തിരുന്നു. ഭക്തന്മാരെല്ലാവരും തയ്യാറായി. ഞാൻ സ്വാമിജിയെ കൂട്ടിക്കൊണ്ടുവരുവാനായി മുകളിലത്തെ നിലയിലേക്ക് പോയി. സ്വാമിജി കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖം വിളറിയിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ ഹൃദയം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് തൊട്ടു നോക്കുക. തൊട്ടു നോക്കിയപ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ഒരു വിറയലോട് കൂടിയ സ്പന്ദനമുള്ളതായി അനുഭവപ്പെട്ടു. ഞാൻ താഴേക്ക് ഇറങ്ങിപ്പോയി. എന്നാൽ എല്ലാവരെയും വിവരം അറിയിച്ച് അന്താളിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ഞാൻ കീർത്തനാനന്ദന്റെ അടുത്തെന്ന് ശാന്തമായി പറഞ്ഞു, സ്വാമിജിക്ക് എന്തോ നെഞ്ചിടിപ്പിന്റെ ശക്തി കുറയുന്നു. എന്നിട്ട് ഞങ്ങൾ ഇരുവരും വേഗത്തിൽ മുകളിലേക്ക് ചെന്നു. എന്നിട്ട് ഇവിടെ വന്ന് അമർത്തി തിരുമു. അതനുസരിച്ച് ഞാൻ അദ്ദേഹത്തിന്റെ നെഞ്ചി തിരുമുകയും അതെങ്ങനെ വേണമെന്ന് അദ്ദേഹം കാട്ടിത്തരികയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, മറ്റുള്ളവർ പോവുക, അച്യുതാനന്ദൻ ഇവിടെ നിൽക്കട്ടെ. എന്തെങ്കിലും സംഭവിക്കുന്നതായാൽ അദ്ദേഹം നിങ്ങളോട് പറയും. അങ്ങനെ മറ്റുള്ള പരിപാടി നടത്തുകയും ഞാൻ അവിടെ കാത്തു നിൽക്കുകയും ചെയ്തു. 1-2 പ്രാവശ്യം അദ്ദേഹം എന്നെ അകത്തേക്ക് വിളിച്ച് തന്റെ നെഞ്ചിനുമേൽ വേഗതയോടുകൂടി തിരുമിച്ചു. അനന്തരം അദ്ദേഹം തലയുയർത്തി നോക്കി. അദ്ദേഹത്തിന്റെ മുഖത്തെ വിളർച്ച മാറിയിരുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ വാവിളിച്ച് അദ്ദേഹത്തെ നിർനിമേഷം നോക്കി. അദ്ദേഹം എന്നെ നോക്കി പറഞ്ഞു, നിങ്ങൾ എന്താണ് വെറുതെ ഇരിക്കുന്നത്? ഹരേ കൃഷ്ണ കീർത്തനം ആലപിക്കൂ. അന്ന് വൈകുന്നേരം നെഞ്ചിടിപ്പ് വീണ്ടും ഉണ്ടായി. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ മുറിയുടെ തൊട്ടടുത്ത മുറിയിൽ തന്നെ കിടന്നു. രാത്രി വളരെ ഇരുട്ടിയ ശേഷം അദ്ദേഹം എന്നെ അകത്തേക്ക് വിളിച്ച് വീണ്ടും തിരുമാൻ പറഞ്ഞു. കീർത്തനാനന്ദൻ: അന്ന് ചൊവ്വാഴ്ച അനുസ്മരണ ദിനത്തിലെ സായാഹ്നമായിരുന്നു. ഞാൻ സ്വാമിജിയോടൊപ്പം അദ്ദേഹത്തിന്റെ മുറിയിൽ ഇരിക്കുകയായിരുന്നു. താഴത്തെ നിലയിൽ കീർത്തനം നടന്നുകൊണ്ടിരിക്കെ ആ തുടുപ്പ് വീണ്ടും തുടങ്ങി. സ്വാമിജിയുടെ മുഖത്തിന് മുറുക്കമുണ്ടാകുവാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ദൃഷ്ടികൾ മായുവാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം പിന്നിലേക്ക് ചായുകയും ഞാൻ അദ്ദേഹത്തെ താങ്ങിപ്പിടിക്കുകയും ചെയ്തു. അദ്ദേഹം കിതച്ചുകൊണ്ട് ഹരേ കൃഷ്ണ എന്ന് മന്ത്രിച്ചു. പിന്നെ എല്ലാം നിലച്ചു. അത് അന്ത്യമാണെന്ന് ഞാൻ വിചാരിച്ചു. അല്പസമയം കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും ശ്വസിക്കുവാനും അതോടൊപ്പം ഹരേ കൃഷ്ണ ജപിക്കുവാനും തുടങ്ങി. എന്നാൽ അദ്ദേഹത്തിന്റെ ശരീരം അവശനിലയിലായിരുന്നു. ബ്രഹ്മാനന്ദൻ: കീർത്തനാനന്ദനോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു. ദിനത്തിലായിരുന്നു അത്. സ്വാമിജിക്ക് എന്താണ് സുഖം എന്ന് ഞങ്ങൾക്ക് പിടികിട്ടിയില്ല. അദ്ദേഹത്തിന് നിവർന്നിരിക്കുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ദീനസ്വരം പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നു. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. വിവിധ മാർഗങ്ങൾ പരീക്ഷിച്ചു നോക്കിക്കൊണ്ട് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. എനിക്ക് പുറത്തു പോയി അദ്ദേഹത്തിന് വേണ്ടി ഒരു ബെഡ് പാൻ വാങ്ങേണ്ടതായി വന്നു. സ്വാമിജിയുടെ ഇടതുവശം തളർന്നിരുന്നു. തന്റെ അധ്യാത്മിക ഗുരുവിന്റെ ഒരു സമയമായി. ഹരേ കൃഷ്ണ മാതാജി, കേൾക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് കേൾക്കാം മാതാജി. ഞങ്ങൾക്കെല്ലാം കേൾക്കാം. ഞങ്ങൾക്ക് കേൾക്കാൻ വയ്യ. കേൾക്കാൻ പറ്റും മാതാജി. നെറ്റ് പ്രോബ്ലം ആയിരിക്കും മാതാജി. ഹരേ കൃഷ്ണ. സമയമായി മാതാജി വന്നിട്ടുണ്ട്.